ഹലോ എവരി വൺ, വെൽക്കം ടു സഹകാരി റേസ് പ്ലേസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HST കൊമേഴ്സ് ആസ്പിരൻസിനും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്യുന്നവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ഏരിയയാണ്. അതാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. സോ നമ്മളെ സംബന്ധിച്ച് HSTയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഏരിയ ആയിട്ട് തന്നെ നമുക്ക് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ പറയാം. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെഷനിൽ നിന്നും ഈ ഒരു ഏരിയയിൽ നിന്നും വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എത്രമാത്രം സിഗ്നിഫിക്കൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ആദ്യം എന്താണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ എന്താണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഓർ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദി സർവീസസ് that are provided to the person by various financial institutions including banks, insurance companies, pension funds, etc. that constitutes the financial system. അതായത് നമ്മളിപ്പോൾ പറയുമ്പോൾ എല്ലാ ഫിനാൻഷ്യൽ സർവീസസും ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഫിനാൻഷ്യൽ സർവീസസിൻ്റെയും ഒരു സം ടോട്ടൽ, അത് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സർവീസസ് ആകാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസ്, പെൻഷൻ ഫണ്ട്സ്, അല്ലെങ്കിൽ മറ്റ് ഏതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സർവീസസും ചേർന്നതാണ്. അതിനെയാണ് നമ്മൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സ്കോപ്പിൽ പെടുത്തുന്നത്. ഓർ യു ക്യാൻ സേ ഈ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസസ് ഓഫേർഡ് ബൈ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ, സോ ഫീച്ചേഴ്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താണ് ഈ കൺസെപ്റ്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ യു ക്യാൻ സി ഇറ്റ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. എന്താണ് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ സിഗ്നിഫിക്കൻസ്? ഫിനാൻഷ്യൽ സർവീസസ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഏതൊരു രാജ്യം എടുത്തു കഴിഞ്ഞാലും ആ രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ അവിടുത്തെ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും അനുസരിച്ചായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഈ സേവിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിലും ഇൻവെസ്റ്റ്മെൻറ്റ് മൊബിലൈസ് ചെയ്യുന്നതിലുമൊക്കെ ഫിനാൻഷ്യൽ സർവീസസ് ആണ് പ്രോമിനൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നത്. സോ ഇറ്റ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ദി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി ആസ് ഇറ്റ് എൻകറേജസ് ബോത്ത് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. രണ്ടാമതായി ഇറ്റ് ഹെൽപ്സ് ഇൻ മൊബിലൈസിങ് ആൻഡ് അലോക്കേറ്റിംഗ് ഓൺ വൺ സേവിങ്സ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്നതിലും, അതായത് സേവിങ്സ് എന്നുള്ള രീതിയിൽ നമ്മളുടെ കൈവശം വയ്ക്കുന്ന ലിക്വിഡ് ഫണ്ട്സ് കൊണ്ട് ആർക്കും ബെനിഫിറ്റ് ഇല്ല. അതേസമയം ഈ സേവിങ്സിനെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്കുന്നത് വഴി മാത്രമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കൂ. അതനുസരിച്ച് നമ്മുടെ രാജ്യം തന്നെ മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഇത്തരം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ദെൻ തേർഡ് പോയിന്റ് യു ക്യാൻ സി ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ആൻ എക്സ്പാൻഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മാർക്കറ്റ്സ്. സോ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഒക്കെ ഒരു സം ടോട്ടലാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബൈ ഫിനാൻഷ്യൽ സിസ്റ്റം ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദി എക്സ്പാൻഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, ഇവയുടെയൊക്കെ ഒരു എക്സ്പാൻഷൻ, ഇവയുടെയൊക്കെ ഒരു കംപ്ലീറ്റ് ടോട്ടലിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഫിനാൻഷ്യൽ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫിനാൻഷ്യൽ സിസ്റ്റമാണ് ഇവയെ വളർത്തുന്നതും. ഓക്കെ, ദെൻ ഫോർത്ത് പ്ലേസ് എ കീ റോൾ ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ. സോ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻ്റ് ആയി മാറുക എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ക്യാപിറ്റൽ മൊബിലൈസേഷൻ ഉണ്ട്, ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ ക്യാപിറ്റൽ. സോ ആ കൺസെപ്റ്റിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പ്രോമിനൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നത്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് ഇറ്റ് ഹെൽപ്സ് ടു ഫോം എ ലിങ്ക് ബിറ്റ്വീൻ ദി ഇൻവെസ്റ്റർ ആൻഡ് വൺ സേവിങ്. ഇൻവെസ്റ്ററും അദ്ദേഹത്തിൻ്റെ സേവിങ്സും തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടി ഒരു ഇൻ്റർമീഡിയറി ആയിട്ടും ബാങ്ക്സും അതുപോലുള്ള മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫിനാൻഷ്യൽ സിസ്റ്റം ആസ് എ ഹോളും ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഓൾസോ കൺസേൺഡ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ഫണ്ട്സ്. ഫണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ്, എവിടെയൊക്കെ നമുക്ക് ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ സാധിക്കും, ഫണ്ടിൻ്റെ പ്രൊവിഷൻസുമായി ബന്ധപ്പെട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴും ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്താണ്. സോ എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് ഓൾ ടുഗദർ പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം ഈസ് ദി സം ടോട്ടൽ ഓഫ് ഓൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ സർവീസസ്, financial intermediaries and the role played by each of these elements. ഓക്കെ, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഈ പറയുന്ന ഓരോ എലമെൻറ്റും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അവയെല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് എസ്പെഷ്യലി ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ there are 4 elements. ഫസ്റ്റ് എലമെൻറ്റ് ഈസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സെക്കൻഡ് യു ക്യാൻ സേ ഫിനാൻഷ്യൽ അസറ്റ്സ്. തേർഡ് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഫോർത്ത് വൺ ഈസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ഈ 4 എലമെൻറ്റ്സ് ആണ്, 4 കോമ്പോണൻസ് എന്ന് പറയാം. ഈ 4 കോമ്പോണൻസ് ആണ് എല്ലാ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലും നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, സോ എന്തൊക്കെയാണ് ഈ ഓരോ കോമ്പോണൻ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയാണ്. സോ വാട്ട് ആർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്?
സിംപ്ലി അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റൈറ്റ്? സോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ആക്ട്സ് ആസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ഇൻവെസ്റ്റർ ആൻഡ് ദി ബോറോവർ. ഇൻവെസ്റ്ററും ബോറോവറിനും ഇടയിൽ ഒരു കണക്ഷൻ ലിങ്ക്, ഒരു മീഡിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന പാർട്ടീസാണ് യഥാർത്ഥത്തിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ലൈക്ക് ഒരു ബാങ്കിൻ്റെ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ബാങ്ക് എന്താ ചെയ്യുന്നത്? ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. സോ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദി ഇൻവെസ്റ്റർ ആൻഡ് ലെൻഡിങ് മണി ടു ദി ബോറോവർ. അപ്പോൾ ആ ഒരു കണക്ഷൻ സേവിങ്സിനെ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കുന്നു, ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, റൈറ്റ്? ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ ലോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സ് യഥാർത്ഥത്തിൽ നടത്തുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സോ യു ക്യാൻ സി ദി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട്സ് ആസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ഇൻവെസ്റ്റർ ആൻഡ് ദി ബോറോവർ. So the investor's savings are mobilized either directly or indirectly via financial markets. ഫിനാൻഷ്യൽ മാർക്കറ്റ്സിലൂടെ യഥാർത്ഥത്തിൽ അവരുടെ ഇൻവെസ്റ്ററുടെ സേവിങ്സ് മൊബിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻവെസ്റ്റേഴ്സിൻ്റെ സേവിങ്സ് നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നു, അതുവഴി ആ ഒരു ഫണ്ട് ഫ്ലോ എൻഷുർ ചെയ്യുന്നു. ഇതാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത്. സോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ദി മെയിൻ ഫങ്ഷൻസ് പ്ലേഡ് ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ആസ് ഫോളോസ്. A short-term liability can be converted into long-term investment. അതായത് നമ്മളെ സംബന്ധിച്ച് ഒരു ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോർമലി ഒരു ഷോർട്ട് ടൈം ലയബിലിറ്റിയാണ്. ഈ ഷോർട്ട് ടൈം ലയബിലിറ്റി, ആ ഡെപ്പോസിറ്റ് ആയിട്ട് കിട്ടുന്ന തുകയെ നമ്മളൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറ്റുവാണ്, അതായത് ലോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇഫ് വി ആർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ള കൺസെപ്റ്റ് ചിന്തിക്കുക. നമ്മളുടെ ഭാഗത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഷോർട്ട് ടൈം ലയബിലിറ്റിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റ്സ്. ആ ഡെപ്പോസിറ്റ്സിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ലോങ് ടൈം നേച്ചറിലുള്ള ലോൺസ് ആക്കി മാറ്റുന്നു. സോ ആ ലോൺസിൽ നിന്ന് നമുക്ക് കണ്ടിന്യൂസ് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. ഈ ഒരു കൺസെപ്റ്റാണ് യഥാർത്ഥത്തിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും കോറായിട്ടുള്ള ആസ്പെക്ട്സ്. സോ യു ക്യാൻ സി ഷോർട്ട് ടൈം ലയബിലിറ്റി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. രണ്ടാമതായിട്ട് ഇറ്റ് ഹെൽപ്സ് ദി കൺവേർഷൻ ഓഫ് റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ടു റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റ്. റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും ഈ ഒരു ഡിസ്റ്റിങ്ഷൻ. സോ നമുക്ക് കിട്ടുന്ന റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ നമുക്കത് റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആകാം, അങ്ങനെയുള്ള റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും ഫിനാൻഷ്യൽ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് ക്യാൻ സി ഓൾസോ ആക്ട്സ് ആസ് എ മീഡിയം ഓഫ് കൺവീനിയൻസ് ഡിനോമിനേഷൻ ആൻഡ് വിച്ച് മീൻസ് ഇറ്റ് ക്യാൻ മാച്ച് എ സ്മോൾ ഡെപ്പോസിറ്റ് വിത്ത് ലാർജ് ലോൺസ്. കണ്ടോ, ക്യാൻ സി ഒരു ചെറിയ ഡെപ്പോസിറ്റിനെ ലാർജ് ലോൺസുമായിട്ട് മാച്ച് ചെയ്യുന്നു. ആൻഡ് ഓൾസോ വിത്ത് ലാർജ് ഡെപ്പോസിറ്റ് വിത്ത് സ്മോൾ ലോൺസ്. അതായത് നമ്മളിപ്പോൾ സ്മോൾ ലോൺസ് കൾമിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന രീതിയിലും നേരെ ഓപ്പോസിറ്റ് ആയിട്ടും നമുക്കിത് മാച്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു കൺവേർഷൻ, അങ്ങനെ ഒരു മാച്ചിങ് നമുക്കിതുവഴി യഥാർത്ഥത്തിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ലാസ്റ്റ് പോയിന്റ് ഞാൻ ഒന്നും കൂടി പറയുന്നു, ശ്രദ്ധിക്കുക. ഇറ്റ് ആക്ട്സ് ആസ് എ മീഡിയം ഓഫ് കൺവീനിയൻസ് ഡിനോമിനേഷൻ വിച്ച് മീൻസ് ഇറ്റ് ക്യാൻ മാച്ച് എ സ്മോൾ ഡെപ്പോസിറ്റ് വിത്ത് ലാർജ് ലോൺ. നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഡെപ്പോസിറ്റ്സുകളെയാണ് യഥാർത്ഥത്തിൽ ബാങ്ക് ഒരു ലാർജ് ലോണായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ വി ക്യാൻ ഈ ഒരു ചെറിയ ഡെപ്പോസിറ്റ് എവിടെ മൊബിലൈസ് ചെയ്തു, ഒരു ലാർജ് ലോണിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കൺവേർഷൻ, അങ്ങനെ ഒരു മാച്ചിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ജസ്റ്റ് ഓപ്പോസിറ്റും പോസിബിൾ ആണ്. ലൈക്ക് ലാർജ് ഡെപ്പോസിറ്റ് വിത്ത് സ്മോൾ ലോൺസ്. ലാർജ് ഡെപ്പോസിറ്റ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ചിലപ്പോൾ പല ചെറിയ ചെറിയ ലോൺസ് ആയിട്ടായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ നമുക്ക് മാച്ച് ചെയ്യാൻ സാധിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഡിനോമിനേഷൻ കൺവീനിയൻസ്. നമുക്ക് വലിയ ഡിനോമിനേഷനെ ചെറിയ ഡിനോമിനേഷനാക്കി മാറ്റാനും സാധിക്കും, ചെറിയ ഡിനോമിനേഷൻസിനെ വലിയ ഡിനോമിനേഷൻസ് ആക്കി കൺവേർട്ട് ചെയ്യാനും സാധിക്കും. ഓക്കെ, ദെൻ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും? ഇതുവരെ നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളായിട്ട് പറയാവുന്നത് ബാങ്കാണ്. പീപ്പിൾ വിത്ത് സർപ്ലസ് എമൗണ്ട് ഓഫ് മണി മേക്ക് സേവിങ്സ് ഇൻ ദെയർ അക്കൗണ്ട്സ് ആൻഡ് പീപ്പിൾ ഇൻ ദെയർ നീഡ് ഓഫ് മണി ടേക്ക് ലോൺസ്. സേവിങ്സ് ഉള്ളവർ അവർ എന്ത് ചെയ്യും? കൂടുതൽ ഡെപ്പോസിറ്റ്സ് നടത്തുന്നു. അതേസമയം പൈസ ആവശ്യമുള്ളവർ കൂടുതൽ ലോൺ എടുക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ആ ഒരു സേവിങ്സിനെ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ബേസിക് ഫങ്ഷൻ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു ബേസിക് ഫങ്ഷൻ എടുത്തു കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ്, റൈറ്റ്? സോ ദി ബാങ്ക്സ് ആസ് ദി ഇൻ്റർമീഡിയേറ്റ് ബിറ്റ്വീൻ ദീസ് ടു. ബാങ്കാണ് ഇവിടെ ആ ഒരു ഇൻവെസ്റ്ററുടെയും അതേപോലെ തന്നെ ആ ഒരു
ബോറോവറുടെയും ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ബാങ്ക് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ. നമ്മളിപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട് എപ്പോഴും പറയാവുന്നത് ബാങ്ക്സ് തന്നെയാണ്. ഓക്കെ, ദെൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. രണ്ട് രീതിയിൽ നമുക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഡെപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. രണ്ട് യു ക്യാൻ സി നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ നോൺ ഡെപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ബാങ്കിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ഇൻക്ലൂഡ്സ് ബാങ്ക്സ് ആൻഡ് അതർ ക്രെഡിറ്റ് യൂണിയൻസ് വിച്ച് കളക്ട് മണി ഫ്രം ദി പബ്ലിക് അഗെയിൻസ്റ്റ് ദി ഇൻട്രസ്റ്റ് പ്രൊവൈഡഡ് ഓൺ ദി ഡെപ്പോസിറ്റ് മെയ്ഡ് ആൻഡ് ലെൻഡ് ദാറ്റ് മണി ടു ദി വൺസ് നീഡഡ്. അതായത് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഡെപ്പോസിറ്റിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ലോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഒരു കൺസെപ്റ്റാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമ്മൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഡെപ്പോസിറ്ററി മീൻസ് ദേ ആർ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തത് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, മറ്റ് ഫിനാൻഷ്യൽ സർവീസസ് ആയിരിക്കും അവർ ഓഫർ ചെയ്യുന്നത്. സോ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് or non-depository institutions, insurance, mutual funds, brokerage companies fall under this category. They cannot ask for monetary deposits. അതാണ് അതിൻ്റെ ബേസിക് ഫീച്ചർ. അവർ ഒരു ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഒരു മോണിറ്ററി ഡെപ്പോസിറ്റ് ഡയറക്റ്റ്ലി അവർക്ക് മേടിക്കാൻ സാധിക്കില്ല. പകരം ബട്ട് സെൽസ് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് ടു ദെയർ കസ്റ്റമേഴ്സ്. ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിന് സെല് ചെയ്യുന്നു. അതുവഴിയാണ് അവരുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസിക് ഫംഗ്ഷൻ അവർ പെർഫോം ചെയ്തത്. ഓക്കെ, സോ രണ്ട് തമ്മിലുള്ള ഡിഫറൻസസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവർ ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ഡെപ്പോസിറ്റ്സിനെ ലോൺസ് ആയിട്ട് ബോറോവേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ബേസിക്കലി പെർഫോം ചെയ്യുന്നത്. അതേസമയം നോൺ ബാങ്കിങ് ഫംഗ്ഷൻസ് ആണെങ്കിൽ, നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവർ ആ രീതിയിൽ ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പകരം ദേ വിൽ സെൽ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് ടു കസ്റ്റമേഴ്സ്. ഇപ്പോൾ ഇൻഷുറൻസ് പ്രൊഡക്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ബ്രോക്കറേജ് കമ്പനീസ്, ഇവരെല്ലാം അവരുടെ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് ആണ് കസ്റ്റമേഴ്സിന് സെല് ചെയ്യുന്നത്. So that's the difference between banking institutions and non-banking institutions. So ഈ ഒരു കാറ്റഗറി കൂടാതെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം മൂന്നായിട്ട്. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ, സെക്കൻഡ് ഈസ് ഇൻ്റർമീഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് തേർഡ് വൺ ഈസ് നോൺ ഇൻ്റർമീഡിയറീസ്. സോ എന്താണ് റെഗുലേറ്ററി എന്ന് നമുക്ക് ആദ്യം കാണാം. റെഗുലേറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ദാറ്റ് റെഗുലേറ്റ്സ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. നമ്മളിപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താ ചെയ്യുന്നത്? ദിസ് ഈസ് ദി അപ്പെക്സ് റെഗുലേറ്ററി, റൈറ്റ്, വെൻ ഇറ്റ് കംസ് ടു ബാങ്കിങ് സെക്ടർ. ബാങ്കിങ് സെക്ടറിൻ്റെ അപ്പെക്സ് റെഗുലേറ്ററി ആയിട്ട് ആക്ട് ചെയ്യുന്നതും കറൻസി സർക്കുലേഷൻ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ആരാണ്? RBI ആണ്. അതേപോലെ തന്നെ ദർ ഈസ് IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് IRDA ആണ്. ദർ ഇസ് SEBI, ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. ഇത്തരത്തിലുള്ള അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതാണ് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി ഇൻ്റർമീഡിയറീസ് ആണ്, ഓർ ഇൻ്റർമീഡിയറ്റ്സ്. ഇൻ്റർമീഡിയറ്റ്സ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ഇൻ്റർമീഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഓക്കെ, ഒരു മധ്യസ്ഥത വഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയാം. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താ ചെയ്യുന്നത്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യം. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വിച്ച് പ്രൊവൈഡ് ലോൺസ് ആൻഡ് അതർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സച്ച് ആസ്, ഇപ്പോൾ നമ്മൾ SBI പറയുന്നു, അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ ഓർ ഈവൻ PNB, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇവയൊക്കെ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്താ ചെയ്യുന്നത്? അവർ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മണി ലെൻഡ് ചെയ്യുന്നു. ഈ ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ഇൻ്റർമീഡിയറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദ നോൺ ഇൻ്റർമീഡിയറ്റ്സ് ആർ ഓൾസോ ദെയർ. നോൺ ഇൻ്റർമീഡിയറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ എയ്ഡ് ടു കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ് ഇൻക്ലൂഡിംഗ് NABARD, SIDBI, etc. സോ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിനുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസും സപ്പോർട്ടും ഒക്കെ ആയിരിക്കും ചെയ്യുക. അല്ലാതെ സാധാരണ ജനങ്ങൾക്ക് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റിനെ ഡെപ്പോസിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷന് പുറകെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിന് പുറത്ത് നിന്നുകൊണ്ട് ഇവ NABARD ചെയ്യുന്ന ഫംഗ്ഷൻസ്, അല്ലെങ്കിൽ SIDBI, സ്മോൾ ഇൻഡസ്ട്രീസ് ബാങ്ക് ഓഫ് ഇന്ത്യ, SIDBI ചെയ്യുന്ന ഫംഗ്ഷൻസ്, അങ്ങനെയുള്ള there are n number of developmental financial institutions, right? അവയൊക്കെ നോൺ ഇൻ്റർമീഡിയറ്റ്സിന് എക്സാമ്പിൾ ആണ്. ഇൻ്റർമീഡിയറി ഫംഗ്ഷൻ അല്ല ചെയ്യുന്നത്, എന്നാൽ ഡെവലപ്മെൻറ്റൽ അസിസ്റ്റൻസ്, ഡെവലപ്മെൻറ്റൽ ഫംഗ്ഷൻസ് ആണ് എടുത്ത് ചെയ്യുന്നത്. അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസും നോൺ ഇൻ്റർമീഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എക്സാമ്പിൾ ആണ്. സോ ദിസ് ഈസ് എ ഫർദർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ക്യാൻ സി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ, ദെൻ ഇൻ്റർമീഡിയറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നോൺ ഇൻ്റർമീഡിയറി ഓർ നോൺ ഇൻ്റർമീഡിയറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ,
സോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് രണ്ടാമത്തെ എലമെൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ കോമ്പോണൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സർവീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ്. അതിലൊന്നാമതായിട്ട് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി പറഞ്ഞു. അതായത് ഈ സർവീസ് പ്രൊവൈഡേഴ്സ് എല്ലാം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതേസമയം ഫിനാൻഷ്യൽ സർവീസസ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയെ നമുക്ക് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയാം. അതായത് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ദി പ്രോഡക്ട്സ് വിച്ച് ആർ ട്രേഡഡ് ഇൻ ദി ഫിനാൻഷ്യൽ മാർക്കറ്റ് ആർ കോൾഡ് ഫിനാൻഷ്യൽ അസറ്റ്സ്. അത് നമുക്ക് ഇപ്പോൾ സ്റ്റോക്സ് ആകാം, സെക്യൂരിറ്റീസ് ആകാം, അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആകാം. ഇവയെല്ലാം നമ്മൾ യഥാർത്ഥത്തിൽ ആ അസറ്റ് എന്നുള്ള രീതിയിൽ ട്രേഡ് ചെയ്യുകയാണ്. അങ്ങനെ ട്രേഡ് ചെയ്യുന്ന അസറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത്. സോ ദി പ്രോഡക്ട്സ് ദാറ്റ് ആർ വിച്ച് ആർ ട്രേഡഡ് ഇൻ ദി ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് are called financial assets. Based on the different requirements and needs of credit seeker, the securities in the market also differ from each other. അതായത് ഓരോ ക്രെഡിറ്റ് സീക്കറുടെ ആവശ്യം എന്താണ് അതിനനുസരിച്ച് there are different elements. നമ്മളിപ്പോൾ പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആർ അവൈലബിൾ. അത് ഓരോരുത്തരുടെയും നമുക്കിപ്പോൾ വേണ്ടത് ഷോർട്ട് ടൈം റിക്വയർമെൻ്റ് ആണെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ അസറ്റ്സ് ആർ ദെയർ. അല്ലെങ്കിൽ നമുക്ക് ലോങ് ടൈം റിക്വയർമെൻ്റ് ആണെങ്കിൽ അതിന് വേണ്ടിയുള്ള ഫിനാൻഷ്യൽ അസറ്റ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അത്തരത്തിൽ ഇൻവെസ്റ്ററുടെ റിക്വയർമെൻ്റ് അനുസരിച്ചാണ് ഫിനാൻഷ്യൽ അസറ്റ്സ് നമുക്ക് പറയാൻ സാധിക്കുക. സോ ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സ്, ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റ്സ് നമുക്ക് കണ്ടുപോകാം. ആദ്യത്തത് കോൾ മണിയാണ്. എന്താണ് കോൾ മണി? കോൾ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ എ ലോൺ ഈസ് ഗ്രാൻറ്റഡ് ഫോർ 1 day ആൻഡ് ഈസ് റീപെയ്ഡ് ഓൺ ദി 2nd day, ഇറ്റ് ഈസ് കോൾഡ് കോൾ മണി. നമ്മളിപ്പോൾ ഷോർട്ട് ടൈം, വെരി ഷോർട്ട് ടൈമിലേക്കുള്ള, ഷോർട്ട് ഡ്യൂറേഷനിലേക്കുള്ള ഒരു ലെൻഡിങ് പോളിസി എന്ന് പറയാം, ലെൻഡിങ് സിസ്റ്റം എന്ന് പറയാം. അതാണ് കോൾ മണി. വളരെ ഒരു ദിവസത്തേക്ക് വേണ്ടി, അപ്പോൾ ഇന്ന് ലോൺ കൊടുക്കുന്നു, നാളെ തിരിച്ചടയ്ക്കണം, അങ്ങനെയുള്ള ലെൻഡിങ് ആണ് കോൾ മണിയിൽ വരുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് കോൾ മണി. നോ കൊളാറ്ററൽ സെക്യൂരിറ്റീസ് ആർ റിക്വയർഡ് ഫോർ ദിസ് കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻ. അതായത് ഇപ്പോൾ നോർമലി ബാങ്ക്സിനൊക്കെ ഇമ്മീഡിയറ്റ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് വരുമ്പോഴാണ് ഇത്തരം കോൾ മണി സപ്പോർട്ട് വരുന്നത്. അവരൊരു വലിയ തുക ഒരു ദിവസത്തേക്കൊക്കെ മറ്റ് ബാങ്ക്സിൽ നിന്നും അവർ ടേക്ക് ഓവർ ചെയ്യും, അവർ ലോൺ എന്നുള്ള രീതിയിൽ മേടിക്കും, നെക്സ്റ്റ് ഡേ അവർ തിരിച്ചടയ്ക്കും. അത്തരം ലോണുകളാണ് കോൾ മണി. ചിലപ്പോൾ അത് ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്നൊക്കെ പറയും. അതായത് നമുക്കിപ്പോൾ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, ആ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്ത് പോകുന്നു, മറ്റൊരു ലോൺ കിട്ടാൻ വേണ്ടി ഒരു ദിവസം കാലതാമസമുണ്ട്. അങ്ങനെയുള്ള ടൈമിലൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഷോർട്ട് മണി റിക്വയർമെൻറ്റ്, ഷോർട്ട് ടൈം റിക്വയർമെൻറ്റിന് വേണ്ടി നമ്മൾ ഇത്തരം കോൾ മണിയിലേക്ക് പോകുന്നത്. സോ കോൾ മണി എന്താണെന്ന് ക്ലിയർ ആണല്ലോ. വെൻ ലോൺ ഈസ് ഗ്രാൻറ്റഡ് ഫോർ 1 day, ഒരു ദിവസത്തേക്ക് വേണ്ടി, അതാണ് നമ്മൾ കോൾ മണിയുടെ കൺസെപ്റ്റ് പറയുന്നത്. ദെൻ രണ്ടാമത്തത് നോട്ടീസ് മണിയാണ്. കോൾ മണി കഴിഞ്ഞാൽ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നോട്ടീസ് മണി എന്ന് പറയും. അതായത് നമ്മൾ നോർമലി മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയും. മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. മണി അറ്റ് കോൾ എന്ന് പറഞ്ഞാൽ കോൾ മണിയാണ്, ദാറ്റ് മീൻസ് ഒരു ദിവസത്തേക്കുള്ള ലോൺ, ഷോർട്ട് ടൈം സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ. അതേസമയം കോൾ മണി ഓർ ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ടീസ് മണി എന്ന് പറയും. അതായത് വെൻ ദി ലോൺ ഈസ് ഗ്രാൻറ്റഡ് ഫോർ മോർ ദാൻ 1 day, ഒരു ദിവസത്തിൽ കൂടുതലാണ് ഈ ലോൺ ഗ്രാൻറ്റ് ചെയ്യുന്നത്, ആൻഡ് ഫോർ ലെസ് ദാൻ 14 days, ഒരു ദിവസത്തിൽ കൂടുതലാണ്, 14 days കുറവാണ്. അങ്ങനെ വരുന്ന ലോണുകളെയാണ് നമ്മൾ നോട്ടീസ് മണി എന്ന് പറയുന്നത്. ദെൻ നോ കൊളാറ്ററൽ സെക്യൂരിറ്റീസ് ആർ റിക്വയർഡ് ഫോർ ദിസ് കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻ. ഷോർട്ട് ടൈം ആണ്, അതുകൊണ്ട് തന്നെ കൊളാറ്ററൽ സെക്യൂരിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ലോൺസ് അല്ല ഈ പറയുന്ന രണ്ട് കാറ്റഗറി. മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണെന്ന് ഓർക്കുക. മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാൽ കോൾ മണിയാണ് മണി അറ്റ് കോൾ, ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടീസ് മണിയാണ്. സോ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആണല്ലോ. മണി അറ്റ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ള ലോണാണ്. ഷോർട്ട് ടൈം ലെൻഡിങ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്, വെരി ഷോർട്ട് ടൈം. അത് ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റിന് വേണ്ടി, ഷോർട്ട് ടൈം റിക്വയർമെൻറ്റിന് വേണ്ടിയൊക്കെയാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. ദെൻ നോട്ടീസ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിന് മുകളിൽ എന്നാൽ 14 ദിവസത്തിൽ താഴെ മാത്രമാണ് മണി റിക്വയർമെൻറ്റ് ഉള്ളതെങ്കിൽ അതിന് വേണ്ടിയുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് നോട്ടീസ് മണി വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാറ്റഗറിയാണ് ടേം മണി. ടേം മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദി മെച്യൂരിറ്റി പീരീഡ് ഓഫ് ഡെപ്പോസിറ്റ് ഈസ് ബിയോണ്ട് 14 days. നമ്മളീ പറയുന്ന 3 കാറ്റഗറിയും കണക്റ്റഡ് ആയിട്ടൊന്ന് ഓർത്താൽ മതി. അപ്പോൾ കോൾ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക്, അതേസമയം നോട്ടീസ് മണി ആണെങ്കിൽ ഒരു ദിവസത്തിന് മുകളിൽ എന്നാൽ 14 ദിവസത്തിൽ താഴെ നോട്ടീസ് മണി. 14 ദിവസത്തിൽ മുകളിലാണെങ്കിൽ അവയെല്ലാം എല്ലാം നമ്മൾ ടേം മണി എന്ന് പറയും. ദർ വിൽ ബി സ്പെസിഫിക് ടേം. 14 ദിവസത്തിന് മുകളിൽ എത്ര വേണമെങ്കിലും ആകാം. അത്തരം ലോൺസിനെയാണ് ടേം മണി എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് അസറ്റാണ് ട്രഷറി ബിൽ. ട്രഷറി ബിൽ എന്ന് പറയുമ്പോൾ ദീസ് ആർ ഓൾസോ കോൾഡ് ടി ബിൽസ്. ട്രഷറി ബില്ലിനെ ടി ബിൽ എന്ന് പറയും. ദീസ് ആർ ഗവൺമെൻറ് ബോൺസ്. ഗവൺമെൻറ് ബോൺസ് ആണ്, ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ബോൺസ്.
ഓർ ഡെറ്റ് സെക്യൂരിറ്റീസ് വിച്ച് മെച്യൂരിറ്റി ഓഫ് ലെസ് ദാൻ എ ഇയർ. നോർമലി 1 ഇയറിൽ താഴെ മെച്യൂരിറ്റി ആയിരിക്കും. അതായത് 91 ഡേയ്സിൻ്റെ ട്രഷറി ബിൽസ് ഉണ്ട്, അതേപോലെ 182 ഡേയ്സിൻ്റെ ട്രഷറി ബിൽ, ദെൻ 364 ഡേയ്സിൻ്റെ ട്രഷറി ബിൽ. അങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ മെച്യൂരിറ്റിക്ക് അനുസരിച്ചാണ് ഈ ഒരു ടൈം പീരീഡ് പറയുന്നത്. 91 ഡേയ്സ് കഴിയുമ്പോൾ പൈസ തിരിച്ചടക്കേണ്ടതാണെങ്കിൽ 91 ഡേയ്സിൻ്റെ ട്രഷറി ബിൽ. അതേസമയം 182 ഡേയ്സ് കഴിയുമ്പോൾ പൈസ തിരിച്ച് കിട്ടുന്നതാണെങ്കിൽ അതിന് നമ്മൾ 182 ഡേയ്സിൻ്റെ ട്രഷറി ബിൽ എന്ന് പറയും. അതേപോലെ 364 ഡേയ്സും നോർമലി വരാറുണ്ട്, അത് ഒരു വർഷത്തിൽ തൊട്ട് താഴെ. അങ്ങനെയുള്ള ട്രഷറി ബില്ലുകളൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ ആ ട്രഷറി ബില്ല് വാങ്ങിക്കുമ്പോൾ നോർമലി അതൊരു ഡിസ്കൗണ്ടിലായിരിക്കും കിട്ടുന്നത്. അതായത് ഇപ്പോൾ ടി ബിൽ ഓഫ് 100 റുപ്പീസ് ആണെങ്കിൽ 100 റുപ്പീസ് ഫേസ് വാല്യൂ ഉള്ള ട്രഷറി ബില്ല് നമുക്ക് ഗവൺമെൻറ് ഇഷ്യൂ തരുന്നത് 90 റുപ്പീസിനാണെന്ന് വിചാരിക്കാം. മെച്യൂരിറ്റി ആകുമ്പോൾ നമുക്ക് 100 റുപ്പീസ് തിരിച്ചു തരും. ഇതാണ് ട്രഷറി ബില്ലിൻ്റെ ആ ഒരു കൺസെപ്റ്റ്. അതായത് ഇവിടെ പ്രോഫിറ്റ് അല്ല, ഡിസ്കൗണ്ട് ആണ് നമുക്ക് ബെനിഫിറ്റ്. ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിക്കുക. ട്രഷറി ബില്ലെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഇവർ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ട്രഷറി ബില്ല് വാങ്ങിക്കുമ്പോൾ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് ഫേസ് വാല്യൂവിനേക്കാൾ താഴെയായിരിക്കും. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ വാല്യൂ, അത് എത്ര രൂപയാണോ ആ ഒരു ബോണ്ടിനുള്ളത് അതിനെയാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ലൈക്ക് 100 റുപ്പീസിൻ്റെ ടി ബില്ലാണെന്ന് വിചാരിക്കുക. ഇവരത് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ്. 10 രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 90 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഒന്ന് വിചാരിക്കുക. സോ ഈ 90 രൂപയ്ക്ക് കിട്ടിയിരിക്കുന്ന ടി ബിൽ 91 ഡേയ്സിൻ്റെ ടി ബില്ലാണ്. 91 ഡേയ്സ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഗവൺമെൻറ് നമുക്ക് 100 രൂപ തിരിച്ചു തന്നിട്ട് ടി ബിൽ തിരിച്ചെടുക്കും. ഓക്കെ, സോ വാട്ട് ഈസ് അവർ ബെനിഫിറ്റ്? നമ്മൾക്ക് ആ കിട്ടിയിരിക്കുന്ന ഡിസ്കൗണ്ട് 10 രൂപ ഡിസ്കൗണ്ട് കിട്ടില്ലേ, അതാണ് നമ്മളുടെ ബെനിഫിറ്റ്. അത്തരം സെക്യൂരിറ്റീസിനെയാണ് ട്രഷറി ബിൽസ് ഓർ ടി ബിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എഗെയിൻ ഓർക്കുക, ടി ബിൽസ് 3 രീതിയിലാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് 91 ഡേയ്സിൻ്റെ ടി ബിൽ, ദെൻ 180 ഡേയ്സിൻ്റെ ടി ബിൽ, അതുകൂടാതെ 364 ഡേയ്സിൻ്റെ ടി ബിൽ. ഓക്കെ, 3 കൺസെപ്റ്റുകളും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ടേം ഈസ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം ഫോർ ഫണ്ട്സ് ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. അതായത് നമ്മൾ ബാങ്കിൽ ഒരു നിശ്ചിത തുക ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ആൻഡ് വി ആർ എഗ്രീയിങ് ദാറ്റ് നമ്മൾ ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട്, ഒരു വർഷത്തിനിടയിൽ നമ്മളത് വിഡ്രോ ചെയ്യില്ല. ഈ ഒരു വർഷത്തേക്ക് ആ ബാങ്കിൽ എൻ്റെ ഡെപ്പോസിറ്റ് ആയിട്ട് അത് കീപ്പ് ചെയ്യുന്നു. ആൻഡ് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് നമുക്കൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് കാണിക്കാം. എങ്ങനെയാണ്? ഇത്രയും തുക അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് നമ്മളൊരു സാധാരണ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതേ രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. മീൻസ് ഒരു ഗ്യാരണ്ടി ആയിട്ടോ, ബിക്കോസ് എൻ്റെ എമൗണ്ട് അത്രയും കിടപ്പുണ്ട് അവിടെ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പേയ്മെൻറ്റ് നടത്താനൊക്കെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ പ്രൂഫ് ഈസ് റെലവൻറ്റ്. ആ ഒരു പ്രൂഫായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പേയ്മെൻറ്റിലേക്കോ ഇൻ്റർനാഷണൽ ബിസിനസ്സിലൊക്കെ നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ ബെനിഫിറ്റ്സ്. സോ എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്? നമ്മളവിടെ ഒരു തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് ബാങ്ക് തരുമ്പോൾ നമുക്കിത് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ ബാങ്ക് തരുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ ഇതാണ്: നമ്മൾ ആ ഒരു നിശ്ചിത ടൈം പീരീഡിലേക്ക് ഈ ഒരു ഡെപ്പോസിറ്റ് ഒരു കാരണവശാലും വിഡ്രോ ചെയ്യാൻ പാടില്ല. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് നമുക്ക് തരുന്നത്. ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഈസ് എ പ്രൂഫ് ഓഫ് അവർ ലിക്വിഡിറ്റി. നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ട്, പേയ്മെൻറ്റ് നടത്താനുള്ള എബിലിറ്റി ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ദെൻ അടുത്ത ഇൻസ്ട്രുമെൻറ്റ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആണ്. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ അൺസെക്യൂർഡ് ഷോർട്ട് ടേം ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ബൈ കോർപ്പറേഷൻസ്. കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്, അതിനെയാണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ലൈക്ക് നമ്മളിപ്പോൾ കമ്പനി ചിലപ്പോൾ ചില ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ട്, ലൈക്ക് ബോണ്ടുകൾ പോലെ തന്നെ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യും. അൺസെക്യൂർഡ് ആണ്, അതൊരു ഒരു അസറ്റിൽ അണ്ടർലൈൻ ചെയ്യുന്ന സപ്പോർട്ടൊന്നുമില്ല. ഇത്തരം ബോണ്ടുകളെയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ഈ കൊമേഴ്ഷ്യൽ പേപ്പറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരതിന് പ്രൊവൈഡ് ചെയ്യുന്ന റിട്ടേൺ, ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. അതാണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. സോ ദീസ് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഓക്കെ, സോ ഒന്നുകൂടി പറയുന്നു, കോൾ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടൈം ലെൻഡിങ്ങിന് വേണ്ടിയാണ്. 1 ഡേ സപ്പോർട്ടാണ് നോർമലി കോൾ മണിയിൽ വരുന്നത്. ദെൻ ഷോർട്ട് നോട്ടീസ് എന്ന് പറയുമ്പോൾ എന്താണ്? 14 ഡേയ്സ് വരെയുള്ള ലോൺ ആണെങ്കിൽ അതിന് നമ്മൾ ഷോർട്ട് നോട്ടീസ് എന്ന് പറയും. ദെൻ ടേം മണി, 14 ഡേയ്സിന് കൂടുതലാണ് ലോൺ പീരീഡ് എങ്കിൽ അതിന് നമുക്ക് ടേം മണി എന്ന് പറയാം. ദെൻ അടുത്തത് ട്രഷറി ബിൽസ് ആണ്. ട്രഷറി ബിൽസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ടി ബിൽസ് ആണ്. ടി ബിൽസ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ബോൺസ് ആണ്. ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന
ഡെറ്റ് ഇൻസ്ട്രുമെൻസിനെയാണ് നമ്മൾ ടി ബിൽസ് എന്ന് പറയുന്നത്. അത് ഡിസ്കൗണ്ടിലായിരിക്കും ഇഷ്യൂ ചെയ്യുക. മെച്യൂരിറ്റിയിൽ ഫേസ് വാല്യൂ നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. അതേപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഒരു ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആ ഡെപ്പോസിറ്റിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ടാവും. ആ ടൈം പീരീഡ് വിഡ്രോവബിൾ അല്ല. അത്രയും നാൾ നമ്മൾ ആ ഒരു തുക അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അത് നമുക്ക് പല രീതിയിലുള്ള ബിസിനസ്സിലും നമ്മുടെ ക്രെഡിറ്റ് വർത്തിനെസ് പ്രൂവ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ദെൻ ഫൈനലി കൊമേഴ്ഷ്യൽ പേപ്പറാണ്. കോർപ്പറേഷൻസ് മീൻസ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾക്ക് ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ. അതിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ദർ ആർ മെനി അതർ ടൈപ്സ് ടു. ഇപ്പോൾ ഒരുപാട് കാറ്റഗറീസ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് പറയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ മൂന്നാമതായി ഫിനാൻഷ്യൽ സർവീസസ്. സോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞു, ദെൻ ഫിനാൻഷ്യൽ അസറ്റ്സ് പറഞ്ഞു, മൂന്നാമത്തെയാണ് ഫിനാൻഷ്യൽ സർവീസസ്. ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ദി സർവീസസ് ഓഫേർഡ് ബൈ അസറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനീസ്. സോ ഫിനാൻഷ്യൽ സർവീസസ് എന്ത് വേണമെങ്കിലും ആകാം. ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന പല സർവീസും ഫിനാൻഷ്യൽ സർവീസസ് ആണ്. അസറ്റ് മാനേജ്മെൻറ്റ് സർവീസസ് ആർ ദെയർ, ലയബിലിറ്റി മാനേജ്മെൻറ്റ് സർവീസസ് ആർ ദെയർ. ഇവയൊക്കെ എന്താണ് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ഇത്തരം സർവീസസ് എല്ലാം ഫിനാൻഷ്യൽ സർവീസസിന് എക്സാമ്പിളാണ്. ദേ ഹെൽപ്പ് ടു ഗെറ്റ് required funds and also make sure that they are efficiently invested. നമുക്ക് ആവശ്യമുള്ള ഫണ്ടുകൾ കിട്ടാൻ വേണ്ടി സഹായിക്കും. അതേപോലെ തന്നെ ഈ ഫണ്ടുകൾ ഈ പറയുന്ന സേവിങ്സ് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനും ഫിനാൻഷ്യൽ സർവീസസ് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഫിനാൻഷ്യൽ സർവീസസിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള രണ്ട് സർവീസസ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം. ബാങ്കിങ് സർവീസസും ദെൻ ഇൻഷുറൻസ് സർവീസസും. സോ എന്താണ് ബാങ്കിങ് സർവീസസ്? ലെറ്റ്സ് സീ. ബാങ്കിങ് സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these are any small or big services provided by banks that can be granting a loan. ലോൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഫിനാൻഷ്യൽ സർവീസാണ്. അതേപോലെ തന്നെ ഡെപ്പോസിറ്റിംഗ് മണി, ഇഷ്യൂയിങ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ്, ദെൻ ഓപ്പണിംഗ് അക്കൗണ്ട്സ്. ഇത്തരത്തിലുള്ള ഏതൊരു സർവീസസും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫർ ചെയ്യുന്ന എല്ലാ സർവീസസും ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പെടുത്താം. ദെൻ അടുത്തത് ഇൻഷുറൻസ് കമ്പനീസാണ്. ഇൻഷുറൻസ് സർവീസസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് സർവീസസ് ലൈക്ക് ഇഷ്യൂയിങ് ഓഫ് ഇൻഷുറൻസ്, selling policies, insurance underwriting or undertaking and brokerage etc. all are part of the insurance services. So insurance services എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എല്ലാ കാറ്റഗറിയും ഇൻഷുറൻസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് പോളിസീസ് ഇഷ്യൂ ചെയ്യുന്നത് തൊട്ട് അണ്ടർ റൈറ്റിംഗും ബ്രോക്കറേജും തുടങ്ങിയിട്ടുള്ള എല്ലാ കൺസെപ്റ്റും ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ ദി മെയിൻ എയിം ഓഫ് ഫിനാൻഷ്യൽ സർവീസ് is to assist a person with selling, borrowing or purchasing securities, allowing payments and settlements and lending and investing. So ഈ പറയുന്ന എന്താണ് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ പർപ്പസ്? ഫിനാൻഷ്യൽ സർവീസസിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക. മേ ബി സെല്ലിങ്ങിനാകാം, ബോറോയിങ്ങിനാകാം, പർച്ചേസിങ്ങിനാകാം, സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അലൗവിങ് പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ്സ്. ഫിനാൻഷ്യൽ സർവീസ് വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ലെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഭാഗമാണ്. ദെൻ അടുത്തത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ദെൻ നെക്സ്റ്റ് എലമെൻറ്റ് ഈസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്? ദി മാർക്കറ്റ് പ്ലേസ് വെയർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻറ്ററാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ട്രേഡിംഗ് ഓഫ് മണി, ബോണ്ട്സ്, ഷെയർസ് ആൻഡ് അതർ അസറ്റ്സ് ആർ കോൾഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ദി മാർക്കറ്റ്. ഈ മാർക്കറ്റിലാണ് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് സെല് ചെയ്യപ്പെടുന്നത്. സോ ദി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻറ്ററാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ട്രേഡിംഗ് ഓഫ് മണി ട്രേഡിംഗ് ആകാം, അല്ലെങ്കിൽ ബോൺസിൻ്റെ ട്രേഡിംഗ് ആകാം, ഷെയർസ് ആകാം, സ്റ്റോക്സ് ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്യാപിറ്റൽ മാർക്കറ്റോ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആകാം. സോ അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ അസറ്റ്സിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ നമുക്ക് ബ്രോഡ്ലി രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ആ ദെയർ. എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മാർക്കറ്റാണ് നമ്മളെപ്പോഴും പറയുക. വൺ ഈസ് ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് സെക്കൻഡ് ഈസ് മണി മാർക്കറ്റ്. ഓക്കെ, അതുകൂടാതെ നമുക്ക് ഫർദർ ഇതിനെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നോ ക്രെഡിറ്റ് മാർക്കറ്റ് എന്നൊക്കെ ഫർദർ ക്ലാസിഫിക്കേഷൻസ് പോസിബിൾ ആണ്. ഈവൻ ദോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മാർക്കറ്റുകൾ, ഒന്ന് ക്യാപിറ്റൽ മാർക്കറ്റ്, രണ്ട് മണി മാർക്കറ്റ്. എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്? ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ടു ഫിനാൻസ് ദി ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. And capital market deals with transactions which are taking place in the market over year. The capital market can further be classified into three types. So capital market എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടൈം നേച്ചറിലുള്ള ഫിനാൻഷ്യൽ അസറ്റ്സ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ്. സിമ്പിൾ സെൻസിൽ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ലോങ് ടൈം നേച്ചറിലുള്ള ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ മേ ബി ഇക്വിറ്റി ഷെയർസ് ആകാം, സ്റ്റോക്സ് ആകാം,
ഡിബഞ്ചേഴ്സ് ആകാം. ഇങ്ങനെയുള്ള ലോങ് ടൈം നേച്ചർ 1 ഇയറിൽ കൂടുതൽ കൈവശം വയ്ക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ കൈവശം വയ്ക്കാവുന്ന രീതിയിലുള്ള അസറ്റ്സ് ട്രേഡ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ മാർക്കറ്റിനെ നമുക്ക് വീണ്ടും 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ലോങ് ടൈം ലോൺ മാർക്കറ്റ്. കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസ്, ലൈക്ക് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാകാം? ഒന്ന് അവരുടെ ഷെയർസ് ആകാം, ദെൻ ഡിബഞ്ചേഴ്സ് ആകാം, ഷെയർസിൽ തന്നെ ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ആകാം. സോ ഇത്തരത്തിലുള്ള ലോങ് ടൈം നേച്ചറുള്ള സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ്, അതാണ് കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ദെൻ രണ്ടാമതായിട്ട് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഗവൺമെൻറ് ട്രഷറി ബിൽസ് പോലുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റ് ആണെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറയാം. മൂന്നാമതായിട്ട് ലോങ് ടൈം ലോൺ മാർക്കറ്റ്. ഇതുകൂടാതെ ലോങ് ടൈം ലോൺ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ലോൺസ് മൂവ്മെൻറ്റ് നടക്കുന്ന ലോൺസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു മാർക്കറ്റിൽ നമ്മൾ പറയുന്നത്. ദെൻ രണ്ടാമത്തത് മണി മാർക്കറ്റാണ്. മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഡോമിനേറ്റഡ് ബൈ ഗവൺമെൻറ്, ബാങ്ക്സ് ആൻഡ് അതർ ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ഇവിടെ ഓർക്കണം, മണി മാർക്കറ്റിലെ പ്ലേയേഴ്സ് ആരൊക്കെയാണ്? പ്രധാനമായിട്ടും ഗവൺമെൻറ് ആണ് മണി മാർക്കറ്റിലെ മേജർ പ്ലെയർ. അതേപോലെ ബാങ്ക്സ്, ദെൻ മറ്റ് ലാർജ് എൻറ്റിറ്റീസ് ആണ് മണി മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്നത്. ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് മാർക്കറ്റ് ദാറ്റ് ഈസ് ഓതറൈസ്ഡ് ഫോർ സ്മോൾ ഷോർട്ട് ടൈം ഓർ സ്മോൾ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺലി. ലോങ് ടൈം നേച്ചർ അല്ല. മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ 1 ഇയറിൽ താഴെ, ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ 1 ഇയറിന് മുകളിൽ. ഇങ്ങനെ നിങ്ങൾ ഓർക്കുക, 1 ഇയറിൽ കൂടുതൽ ഉള്ള സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യപ്പെടുവാണെങ്കിൽ അത് ക്യാപിറ്റൽ മാർക്കറ്റിലായിരിക്കും. 1 ഇയറിൽ താഴെ വരുന്ന ഷോർട്ട് ടൈം നേച്ചറുള്ള സെക്യൂരിറ്റീസ് ആണ് ട്രേഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനെ നമുക്ക് മണി മാർക്കറ്റ് എന്ന് പറയാം. സോ മണി മാർക്കറ്റിലെ മേജർ പ്ലേയേഴ്സ് ഗവൺമെൻറ്, ബാങ്ക്സ് ആൻഡ് ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ദെൻ ഇറ്റ് ഈസ് എ ഹോൾസെയിൽ ഡെറ്റ് മാർക്കറ്റ് വിച്ച് വർക്ക്സ് ഓൺ ലോ റിസ്ക് ആൻഡ് ഹൈലി ലിക്വിഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. ലോ റിസ്ക് മാർക്കറ്റ് എന്ന് പറയാം, റിസ്ക് കുറവാണ്. ദെൻ ലിക്വിഡിറ്റി ഹൈ ആണ്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. എന്താണ് റിസ്ക് എന്ന് പറഞ്ഞാൽ? നമുക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ, അതിൽ നിന്ന് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ മണി മാർക്കറ്റിലേക്ക് വന്നാൽ കുറവാണ്. അതേസമയം ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഹൈ ആയിരിക്കും. ബിക്കോസ് ഫ്ലെക്സിബിലിറ്റി, മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഇതെല്ലാം ക്യാപിറ്റൽ മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. മണി മാർക്കറ്റ് ഒരു പരിധി വരെ ഫിക്സ്ഡ് ഇൻകം മാർക്കറ്റാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ഇൻകം എത്രയാണോ അതായിരിക്കും കിട്ടുക. അവർ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാകും 10% റിട്ടേൺ ആണെങ്കിൽ 10% മാത്രമേ നമുക്ക് കിട്ടൂ. ഇത്തരം ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് മണി മാർക്കറ്റിൽ വരുന്നത്. അതേസമയം ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ആണ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടേഴ്സിനനുസരിച്ച് കൊണ്ടായിരിക്കും ഈ ക്യാപിറ്റൽ മാർക്കറ്റ് നിലനിൽക്കുന്നത്. ഓക്കെ, സോ ഈ ഇൻസ്ട്രുമെൻറ്റ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ആൻഡ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. ഓർഗനൈസ്ഡ് പ്രോപ്പർലി ഗവേൺഡ് ആണ്, അൺഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് നോട്ട് പ്രോപ്പർലി ഗവേൺഡ്. ഓക്കെ, കൃത്യമായുള്ളൊരു സ്ട്രക്ചർ ഇല്ലാത്ത, റെഗുലേഷൻ ഇല്ലാത്ത മണി മാർക്കറ്റ് ആണെങ്കിൽ അത് അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ്. അതേസമയം കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട് ആൻഡ് RBI ഈസ് റെഗുലേറ്റിംഗ്, അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് എന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്ത ടൈപ്പ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആണ്, ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയും. എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്? ലെറ്റ്സ് സീ. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദി മോസ്റ്റ് ഡെവലപ്ഡ് മാർക്കറ്റ്സ് across the world. The foreign exchange market deals with the requirements relating to multi-currency. നമ്മളൊരു കറൻസിയെ മറ്റൊരു കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഏത് സാഹചര്യത്തിലായിരിക്കും നമുക്ക് നമ്മളുടെ കറൻസിയെ ഒരു ഫോറിൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരിക? തിങ്ക്, നമുക്ക് എപ്പോഴാണ് നമ്മളുടെ കറൻസി റുപ്പീസിനെ ഡോളറായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് US നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സപ്ലയർ എന്ന് പറയുന്നത് US ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്, അവരുടെ കയ്യിൽ നിന്നും പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അവരുടെ കറൻസിയിൽ നമ്മൾ പേ ചെയ്യണം. ആ സാഹചര്യത്തിൽ ആ ഒരു പേർച്ചേസിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കറൻസിയെ ഫോറിൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പേയ്മെൻറ്റ് നടത്തണം. ആ സാഹചര്യങ്ങളിലാണ് നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ആവശ്യമായിട്ട് വരുന്നത്. സോ ദാറ്റ് മീൻസ് ഇൻ്റർനാഷണൽ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ആവശ്യമുണ്ട്. അവിടെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ് റൈറ്റ്. ഇൻ്റർനാഷണൽ ട്രേഡിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മാർക്കറ്റ്. ഇൻ്റർനാഷണൽ ട്രേഡിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ്സ് ഒരു അമേരിക്കയിലുള്ള ഇൻഡിവിജ്വൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്യണം? അവരാദ്യം അവരുടെ കറൻസിയെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പിക്ക് ഡിമാൻഡ് കൂടി, മൂല്യം കൂടും. അതേസമയം നമ്മൾ അവരുടെ റുപ്പിയിൽ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമ്മളുടെ കറൻസിയുടെ മൂല്യം കുറയും. അതാണ് എക്സ്പോർട്ട് എപ്പോഴും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഗുഡ്സ് അങ്ങോട്ടേക്ക് അയച്ചു വയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ പേയ്മെൻറ്റ് നടത്തേണ്ടത് നമ്മുടെ കറൻസിയിലാണ്. നമ്മുടെ കറൻസിയിൽ പേ ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം നമ്മളുടെ കറൻസിക്ക് ഡിമാൻഡ് ഉണ്ട്, അവരുടെ കറൻസിക്ക് ഡിമാൻഡ് കുറയുന്നു. സോ നമ്മളുടെ കറൻസിയുടെ മൂല്യം കൂടും. ഇതൊക്കെ ഇൻ്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ്സ് ആണ്.
എങ്ങനെയാണ് ഇൻ്റർനാഷണൽ ട്രേഡ് നടത്തുന്നത്, ഒരു കറൻസിയെ മറ്റൊരു കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, ആ ഒരു കറൻസി കൺവേർഷൻ മാർക്കറ്റാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. റൈറ്റ്? കറൻസി കൺവേർഷനുമായി ബന്ധപ്പെട്ട് മൾട്ടി കറൻസിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള റിക്വയർമെൻറ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനെ പറ്റി പറയുന്നത്. സോ ദി ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ഇൻ ദിസ് മാർക്കറ്റ് ടേക്സ് പ്ലേസ് ബേസ്ഡ് ഓൺ ദി ഫോറിൻ കറൻസി റേറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റുമായി ബന്ധപ്പെട്ട് ലൈക്ക് നമ്മളുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബേസ് ചെയ്തുകൊണ്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ കറൻസിക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമ്മളുടെ കറൻസിയുടെ മൂല്യം കൂടും. അതേസമയം മറ്റൊരു കറൻസിക്ക് കുറവാണ് ഡിമാൻഡെങ്കിൽ ആ കറൻസിയുടെ മൂല്യം കുറയും. അങ്ങനെ ആ കറൻസിയുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടേഴ്സിനെ വെച്ചുകൊണ്ടാണ് ഫോറിൻ കറൻസിയുടെ മൂല്യം എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് ഈ ഒരു മാർക്കറ്റിൽ ട്രേഡ് നടക്കുന്നത്, ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയാം. ദെൻ അടുത്തത് ക്രെഡിറ്റ് മാർക്കറ്റാണ്. ക്രെഡിറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എ മാർക്കറ്റ് വെയർ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ലോൺസ് ആർ ഗ്രാൻഡഡ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ് ബൈ വേരിയസ് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ കോൾഡ് ക്രെഡിറ്റ് മാർക്കറ്റ്. ക്രെഡിറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോൺ മാർക്കറ്റാണ്. ഓക്കെ, ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറ്റ് എന്ന് തന്നെ പറയാം. അതായത് ഇവിടെ ഷോർട്ട് ടേം നേച്ചറിലുള്ള ലോൺസ് ആകാം, ലോങ് ടേം നേച്ചറിലുള്ള ലോൺസ് ആകാം. ബാങ്ക്സും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കോർപ്പറേറ്റ് എൻറ്റിറ്റീസിനോ ഇൻഡിവിജ്വൽസിനോ ഓഫർ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു കണക്കുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ക്രെഡിറ്റ് മാർക്കറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ സം ക്വസ്റ്റ്യൻസ്. നമ്മൾ എന്താണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് കണ്ടു. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് കോമ്പോണൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഇനി അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഇന്ത്യൻ ദി ഫിനാൻഷ്യൽ സിസ്റ്റം. ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ എന്തൊക്കെ വരും? ഓൺലി ബാങ്ക്സ് ആൻഡ് ഇൻഷുറൻസ് കമ്പനീസ്, ബാങ്ക്സ്, ഇൻഷുറൻസ് കമ്പനീസ്, പെൻഷൻ ഫണ്ട്സ് എക്സെട്ര, ഓൺലി ഇൻഷുറൻസ് കമ്പനീസ്. സോ വാട്ട് ഈസ് ദി റൈറ്റ് ആൻസർ ആക്ച്വലി? ഇവിടെ അതായത് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവർ ഓഫർ ചെയ്യുന്ന സർവീസസും ഫിനാൻഷ്യൽ അസറ്റ്സും അതേപോലെ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ്സും എല്ലാം ചേർന്നതാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ ഇവിടെ പറയുന്ന ഏതൊക്കെ എലമെൻറ്റ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ബാങ്ക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ കമ്പനീസ് വരുന്നുണ്ട്, പെൻഷൻ ഫണ്ട്സ് വരുന്നുണ്ട്, അതുകൂടാതെ മറ്റ് എൻറ്റിറ്റീസും സർവീസസും എല്ലാം ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കണ്ടാലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫീച്ചർ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം? അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ പറ്റി നമ്മൾ ബ്രോഡ്ലി പറഞ്ഞു. ഇനി ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു ഫീച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദി ഫസ്റ്റ് ഓപ്ഷൻ, ഡിസ്കറേജസ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ പ്ലേസ് എ കീ റോൾ ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ, എൻകറേജസ് ബോത്ത് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഓൺലി ഫെസിലിറ്റേറ്റ്സ് എക്സ്പാൻഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ബേസിക് എയിം എന്ന് തന്നെ പറയുന്നത് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. നമ്മളെപ്പോഴും അതിനെപ്പറ്റിയാണ് പറയുന്നത്. സേവിങ്സിനെ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റുക. ആ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റുമ്പോൾ തന്നെ സംഭവിക്കുന്നത് എന്താ? സേവിങ്സിനെ മൊബിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു പർപ്പസാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് ഫീച്ചറായിട്ട് നമുക്ക് പറയാവുന്നത് എൻകറേജ് ബോത്ത് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി കോമ്പോണൻസ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ കോമ്പോണൻസ് ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ഓക്കെ, അപ്പോൾ എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ അസറ്റ്സ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, അത് കൂടാതെ ഫിനാൻഷ്യൽ സർവീസസും കൂടി അതിൻ്റെ ഒപ്പം ചേർക്കുക കേട്ടോ. സോ ആ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞത് വാട്ട് ആർ ദി കോമ്പോണൻസ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ കോമ്പോണൻസ് പറഞ്ഞപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദെയർ, ഫിനാൻഷ്യൽ അസറ്റ്സ് ആർ ദെയർ, ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് ദെയർ ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ആർ ഓൾസോ ദെയർ. ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്ന ഒരു ബ്രോഡ് വ്യൂ ആയതുകൊണ്ടാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. സോ എനിവേ ഫിനാൻഷ്യൽ സർവീസും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കോമ്പോണൻറ്റ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ആക്ട്സ് ആസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ഇൻവെസ്റ്റർ ആൻഡ് ബോറോവർ? ഇൻവെസ്റ്ററുടെയും ബോറോവറുടെയും ഇടയിൽ ഒരു മീഡിയേറ്റർ ആവുന്നത് ഏതാണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇൻവെസ്റ്റേഴ്സിനെയും ബോറോവേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഒരു മീഡിയേറ്ററുടെ റോൾ എപ്പോഴും പ്ലേ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി മെയിൻ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്താണ്? നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടതാണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും പല രീതിയിൽ വന്നിരിക്കുന്ന ഒരു ഏരിയയാണ്. നമുക്കിത് കാണാം. വാട്ട് ആർ ദി മെയിൻ ഫങ്ഷൻസ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡിങ് ഫ്രീ സർവീസസ്, മൊബിലൈസിങ് സേവിങ്സ് ആൻഡ് അലൊക്കേഷൻ ഓഫ് ദം, സെല്ലിംഗ് പ്രോഡക്ട്സ് ടു കസ്റ്റമർ, നൺ ഓഫ് ദീസ്. So the right answer is definitely saving and allocation, right?
സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതാണ് റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ ബി, മൊബിലൈസിങ് സേവിങ്സ് ആൻഡ് അലോക്കേറ്റിംഗ് ദം, ഇറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഡെപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡ്. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ബിക്കോസ് നമ്മളവിടെ ഡിഫറൻസസ് പറഞ്ഞപ്പോൾ, ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അതുമായി ബന്ധപ്പെട്ടാണ് ഒരു ക്വസ്റ്റ്യൻ. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും? ബാങ്ക്സ് ആൻഡ് ഇൻഷുറൻസ് കമ്പനീസ്, ബാങ്ക്സ് ആൻഡ് അതർ ക്രെഡിറ്റ് യൂണിയൻസ്, ക്രെഡിറ്റ് ഓഫർ ചെയ്യുന്ന മറ്റ് എൻറ്റിറ്റീസ്, ഓൺലി ബാങ്ക്സ്, ഓൺലി ഇൻഷുറൻസ് കമ്പനീസ്. സോ കൃത്യമായിട്ട് നമ്മളത് പറഞ്ഞതാണ് നമ്മളുടെ ഡിസ്കഷനകത്ത്. ബാങ്ക്സും മറ്റ് ക്രെഡിറ്റ് യൂണിയൻസും ചേരുന്നതാണ് ഈ ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഡെപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്. അതാണ് എൻ്റെ മീനിങ്, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന എൻറ്റിറ്റീസ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഡു നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ നോൺ ഡെപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ഡു? എന്താണ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ നോൺ ഡെപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്? കളക്ട് മോണിറ്ററി ഡെപ്പോസിറ്റ്, അതിൻ്റെ മീനിങ് തന്നെ നോൺ ഡെപ്പോസിറ്ററി ആണ്, റൈറ്റ്? നോൺ ഡെപ്പോസിറ്ററി, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. പ്രൊവൈഡ് ലോങ് ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഓൺലി ഫിനാൻഷ്യൽ പ്രോഡക്ട്സ്, ഓൺലി സെൽ ഫിനാൻഷ്യൽ പ്രോഡക്ട്സ്, ബോത്ത് ബി ആൻഡ് സി. സോ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബാങ്കിങ് ആക്ടിവിറ്റി ചെയ്യാത്ത ഇൻസ്റ്റിറ്റ്യൂഷനാണ്, റൈറ്റ്? അതായത് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാതെ ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് മാത്രം സെല്ല് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഓൺലി സെൽ ഫിനാൻഷ്യൽ പ്രോഡക്ട്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലേറ്റ് ദി ഫിനാൻഷ്യൽ മാർക്കറ്റ്? ഫിനാൻഷ്യൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വിളിക്കുന്ന പേരെന്താണ്? ദീസ് ആർ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ, റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. നെക്സ്റ്റ് വൺ, വിച്ച് ആർ ഫിനാൻഷ്യൽ അസറ്റ്സ്? ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്? സേവിങ്സ് അക്കൗണ്ട്സ്, പ്രോഡക്ട്സ് ട്രേഡഡ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ലോൺസ് പ്രൊവൈഡഡ് ബൈ ബാങ്ക്സ്, ഇൻഷുറൻസ് പോളിസീസ്. സോ ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദി പ്രോഡക്ട്സ് വിച്ച് ആർ ട്രേഡഡ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന പ്രോഡക്ട്സിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, പ്രോഡക്ട്സ് ട്രേഡഡ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, which financial asset is government bond with a maturity of less than a year? ഒരു വർഷത്തെ താഴെ മെച്യൂരിറ്റി ഉള്ള ഗവൺമെൻറ് ബോണ്ട് അതേതാണ്? ദീസ് ആർ ട്രഷറി ബിൽസ്, റൈറ്റ്? നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ട്രഷറി ബിൽസ് എന്ന് പറയുമ്പോൾ 91 ഡേയ്സിലേക്കുള്ള ട്രഷറി ബില്ലാകാം, 182 ഡേയ്സ്, 364 ഡേയ്സ്, 1 ഇയറിൽ താഴെയാണ് നോർമലി ട്രഷറി ബിൽസ് വരുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ട്രഷറി ബിൽ. അടുത്ത ക്വസ്റ്റ്യൻ, what are some examples of financial assets? Financial assets in example, stocks and bonds, real estate, cars and jewelry, all of the above. Right answer is stock and bond. ട്രേഡ് ചെയ്യപ്പെടുന്ന അസറ്റ്സിനെ ആണ് നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത്. സ്റ്റോക്സും ബോൺസും ആണ് റൈറ്റ് ആൻസർ. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന അസറ്റ്സ്. ഓക്കെ, ദെൻ അടുത്തത്, വാട്ട് ഡു ഫിനാൻഷ്യൽ സർവീസസ് ഇൻക്ലൂഡ്? ഫിനാൻഷ്യൽ സർവീസസിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും? Selling groceries, providing banking, insurance and investment services, repairing cars, none of this. So financial services എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these are services offered by financial institutions, right? So banking services, insurance services, investment services ഒക്കെയാണ് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഫിനാൻഷ്യൽ സർവീസ് ഇൻക്ലൂഡ് അസറ്റ് മാനേജ്മെൻറ്റ്? അസറ്റ് മാനേജ്മെൻറ്റ് ഏത് ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഭാഗമാണ്? ബാങ്കിങ് സർവീസ്, ഇൻഷുറൻസ് സർവീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസ്, ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് സർവീസ്. സോ റൈറ്റ് ആൻസർ ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസ്. അസറ്റ് മാനേജ്മെൻറ്റ് സർവീസ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസാണ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസിൻ്റെ ഭാഗമായിട്ടാണ് അസറ്റ് മാനേജ്മെൻറ്റ്. അതായത് നമ്മളുടെ അസറ്റ്സ് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ ഏരിയയിലാണ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം റിട്ടേൺ കിട്ടുന്നത്, അത്തരം സപ്പോർട്ടുകളാണ് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തു തരുന്നത്. അതാണ് അസറ്റ് മാനേജ്മെൻറ്റ് സർവീസ് എന്ന് പറയും. ഓക്കെ, നമ്മളുടെ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെയൊക്കെ ഏതൊക്കെ പ്രോപ്പർട്ടീസ് നമ്മൾ മേടിക്കണം, ഏതൊക്കെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇതൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന എൻറ്റിറ്റീസാണ് ഇത്തരം സർവീസുകൾ ചെയ്യുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസസിൻ്റെ ഭാഗമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മാർക്കറ്റ് പ്ലേസ് വെയർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻറ്ററാക്ട് ടു ട്രേഡ് മണി, ബോണ്ട്സ്, ഷെയർസ് ആൻഡ് അതർ അസറ്റ്സ് കോൾ? മണി, ബോണ്ട്, ഷെയർ ഇവയൊക്കെ ട്രേഡ് ചെയ്യുന്ന ആ ഒരു മാർക്കറ്റിൻ്റെ പേരെന്താണ്? ഫിനാൻഷ്യൽ അസറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ മാർക്കറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സോ റൈറ്റ് ആൻസർ ഈസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. അതിൻ്റെ ബ്രോഡ് കൺസെപ്റ്റാണ്. സോ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, മണി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോണ്ട് ട്രേഡ് ചെയ്താൽ, ഷെയർസ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവയെല്ലാം ഫിനാൻഷ്യൽ മാർക്കറ്റിലാണ് സംഭവിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഈസ് ഡിസൈൻ ടു ഫിനാൻസ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്?
ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയുള്ള മാർക്കറ്റ് ഏതാണ്? ഏതായിരുന്നു? ക്യാപിറ്റൽ മാർക്കറ്റാണോ, മണി മാർക്കറ്റാണോ, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റാണോ, ക്രെഡിറ്റ് മാർക്കറ്റാണോ? റൈറ്റ് ആൻസർ ഈസ് ക്യാപിറ്റൽ മാർക്കറ്റ്. 1 ഇയറിൽ കൂടുതലാണെങ്കിൽ, ലോങ് ടൈം നേച്ചറുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡാണ് നടക്കുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഭാഗമാണ്. 1 ഇയറിൽ താഴെയാണെങ്കിൽ അത് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയും. ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ഡിഫറെൻറ്റ് കേട്ടോ. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സും ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ ആ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് മാർക്കറ്റ് ഓർക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് മാർക്കറ്റ് ഈസ് മോസ്റ്റ്ലി ഡോമിനേറ്റഡ് ബൈ ഗവൺമെൻറ്, ബാങ്ക്സ് ആൻഡ് അതർ ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഈസ് ഓതറൈസ്ഡ് ഫോർ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്? റൈറ്റ്, ബാങ്ക്സ്, ഗവൺമെൻറ് ഡോമിനേറ്റ് ചെയ്യുന്ന മാർക്കറ്റ്, ഷോർട്ട് ടൈം നേച്ചർ, 1 ഇയറിൽ താഴെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അങ്ങനെയാണെങ്കിൽ അത് മണി മാർക്കറ്റാണ്. നെക്സ്റ്റ് വൺ, വിച്ച് മാർക്കറ്റ് ഡീൽസ് വിത്ത് റിക്വയർമെൻറ്റ്സ് റിലേറ്റിംഗ് ടു മൾട്ടി കറൻസി ട്രാൻസാക്ഷൻ? മൾട്ടി കറൻസി, റൈറ്റ്, ഓർക്കുന്നുണ്ടല്ലോ. മൾട്ടി കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. ഒരു കറൻസി മറ്റൊരു കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, അത് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഭാഗമാണ്. അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഗ്രാൻസ് ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ലോൺസ് ടു ഇൻഡിവിജ്വൽസ് ഓർ ഓർഗനൈസേഷൻസ്? ഇൻഡിവിജ്വൽസിനും ഓർഗനൈസേഷൻസിനും ഷോർട്ട് ടൈം, ലോങ് ടൈം ലോൺസ് കൊടുക്കുന്ന മാർക്കറ്റ് ഏതാണ്? ഓക്കെ, ഈസ് ഇറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഓർ ക്രെഡിറ്റ് മാർക്കറ്റ്? ലോൺസ് മാർക്കറ്റ് എന്ന് പറയുന്നത്, ലോൺ മാർക്കറ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് മാർക്കറ്റാണ്. ഓക്കെ, then next question, which component of Indian financial system plays a key role in capital formation? Capital formation കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കോമ്പോണൻ്റ് ഏതാണ്? ഡെഫിനറ്റ്ലി ഇൻസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ക്യാപിറ്റൽ ഫോർമേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? സെല്ലിംഗ് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ്, മൊബിലൈസിംഗ് സേവിങ്സ് ആൻഡ് അലോക്കേറ്റിംഗ് ദം. ഈ ക്വസ്റ്റ്യൻ പോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ കണ്ടു. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, മൊബിലൈസിംഗ് സേവിങ്സ് ആൻഡ് അലോക്കേറ്റിംഗ് ദം. റിപ്പീറ്റഡ് നേച്ചറിൽ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഏരിയ ആയതുകൊണ്ടാണ് അത് റിപ്പീറ്റ് ചെയ്തത്. സോ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. സോ ആ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വീണ്ടും നമ്മൾ പറഞ്ഞത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കനോട്ട് ആസ്ക് ഫോർ മോണിറ്ററി ഡെപ്പോസിറ്റ്? മോണിറ്ററി ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, ബട്ട് സെൽസ് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്നു, പക്ഷേ ദേ കനോട്ട് അക്സെപ്റ്റ് മോണിറ്ററി ഡെപ്പോസിറ്റ്. അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റൈറ്റ്? നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇത്തരത്തിൽ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് സെല്ല് ചെയ്തിട്ടാണ് ഒരു ബിസിനസ് റൺ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? Indian financial system includes various institutions such as banks, insurance companies, pension funds, etc. Right? Indian financial system എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്, റൈറ്റ്? രണ്ടാമതായിട്ട്, ദി ഫിനാൻഷ്യൽ സിസ്റ്റം പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ദി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ ബൈ എൻകറേജിങ് ബോത്ത് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അഗെയിൻ റൈറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും സേവിങ്സിലേക്കും ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. തേർഡ് ഓപ്ഷൻ, ദി ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻഷുറൻസ് കമ്പനീസ്. റോങ്, ഇൻഷുറൻസ് കമ്പനീസും ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ആൻഡ് ഫോർത്ത് ഓപ്ഷൻ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിസ്കറേജ് ബോത്ത് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ. എന്ത് പറയുന്നു? ഡിസ്കറേജ് അല്ല, എൻകറേജ് ആണ് ചെയ്യുന്നത്, റൈറ്റ്? എൻകറേജ് ആണ് ചെയ്യുന്നത്. സോ ദി ഫസ്റ്റ് 2 ഓപ്ഷൻസ് ആർ റൈറ്റ്. ഒന്നാമത്തെയും രണ്ടാമത്തെയാണ് ശരിയായിട്ടുള്ളത്. ആൻസർ ഈസ് എ, ബോത്ത് 1 and 2. അതേ രീതിയിലുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻ ടൈപ്പായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി കാണാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? Financial institution help mobilize and allocate savings, facilitating capital formation. സേവിങ്സ് മൊബിലൈസ് ചെയ്യാനും അലോക്കേറ്റ് ചെയ്യാനും ക്യാപിറ്റൽ ഫോർമേഷനും ഒക്കെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സഹായിക്കുന്നുണ്ട്, റൈറ്റ്? റൈറ്റ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ആസ് ആൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ഇൻവെസ്റ്റർ ആൻഡ് ബോറോവർ, ഹെൽപ്പിംഗ് ടു മാച്ച് സർപ്ലസ് ഫണ്ട് വിത്ത് ഡെഫിസിറ്റ് യൂണിറ്റ്സ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിനെ ബോറോവേഴ്സിലേക്ക് എത്തിക്കുന്നു, സർപ്ലസ് ഉള്ള പണിയെ നമ്മൾ ഡെഫിസിറ്റ് ഉള്ള ആളുകളിലേക്ക് എത്തിക്കുന്നു. ആ ഒരു കൺസെപ്റ്റ് അതാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്, ഇൻ്റർമീഡിയറ്റ് ആയിരുന്നു, റൈറ്റ്? തേർഡ് വൺ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡു നോട്ട് പ്ലേ എ റോൾ ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. നെഗറ്റീവാണ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് മേ നോട്ട് ബി റൈറ്റ് കേട്ടോ. അത്തരത്തിലൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്യാപിറ്റൽ ഫോർമേഷനിലേക്ക് ഒരു റോളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ ഫെസിലിറ്റേറ്റ്സ് ട്രേഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് സച്ച് ആസ് സ്റ്റോക്സ്, ബോണ്ട്സ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. സോ തേർഡ് ഓപ്ഷൻ ഒഴികെ ബാക്കി 3 ശരിയാണ്. റൈറ്റ് ആൻസർ ഈസ് 1, 2 and 4. അടുത്ത ക്വസ്റ്റ്യൻ കാണാമല്ലോ. ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്?
ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കുക, കറക്റ്റ് എന്നാണോ ഇൻകറക്റ്റ് എന്നാണോ. ഇവിടെ ഇൻകറക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് RBI, IRDA ആൻഡ് SEBI oversee and regulate financial markets in India. റൈറ്റ്? RBI ആണ് ബാങ്കിങ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, IRDA ആണ് ഇൻഷുറൻസ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, SEBI ആണ് ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. സോ ഇവയെല്ലാം റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. റൈറ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ, ഫിനാൻഷ്യൽ അസറ്റ്സ് ട്രേഡഡ് ഇൻ ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഇൻക്ലൂഡ് സ്റ്റോക്സ്, ബോണ്ട്, ട്രഷറി ബിൽസ് ആൻഡ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്. ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ ഭാഗമാണല്ലോ ഇവയെല്ലാം. ഡെഫിനറ്റ്ലി. തേർഡ് വൺ, ഫിനാൻഷ്യൽ സർവീസസ് ഇൻ ഇന്ത്യ എൻകംപാസസ് ബാങ്കിങ്, ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് സർവീസസ്. ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഭാഗമാണ് ബാങ്കിങ്, ഇൻഷുറൻസ്, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് സർവീസസ് എല്ലാം ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഭാഗമാണ്. ലാസ്റ്റ് വൺ, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ ഫെസിലിറ്റേറ്റ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ത്രൂ ട്രാൻസാക്ഷൻ ലാസ്റ്റിംഗ് ഓവർ എ ഇയർ. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. എഗെയിൻ ഞാൻ പറഞ്ഞിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. സോ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്ത് ഇല്ല. സോ ദ റൈറ്റ് ആൻസർ ഈസ് നൺ ഓഫ് ദീസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഇൻകറക്റ്റ്. എഗെയിൻ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാങ്ക്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഡെപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് കളക്ട്സ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക് ആൻഡ് ലെൻഡ് ദം ടു ദോസ് ഇൻ നീഡ്. ആവശ്യമുള്ളവർക്ക് ഡെപ്പോസിറ്റ് മേടിച്ചതിന് ശേഷം ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്ന റോളാണ് ബാങ്ക്സ് ചെയ്യുന്നത്. റൈറ്റ്. ഇൻഷുറൻസ് കമ്പനീസ് ആർ എക്സാമ്പിൾസ് ഓഫ് നോൺ ഡെപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് സെൽസ് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് സച്ച് ആസ് ഇൻഷുറൻസ് പോളിസീസ്. ഇൻഷുറൻസ് പോളിസീസ് പോലുള്ള ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യുന്നതാണ് ഇൻഷുറൻസ് കമ്പനി. ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ ഡു നോട്ട് ഫെസിലിറ്റേറ്റ് ട്രേഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ് തന്നെയാണ്. സോ ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ട്രേഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ഹാപ്പൻ ചെയ്യുന്നുണ്ട്, ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് റോങ്. ഫോർത്ത് വൺ, മണി മാർക്കറ്റ് ഇൻ ഇന്ത്യ ഡീൽസ് വിത്ത് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ലിക്വിഡിറ്റി ആൻഡ് ലോ റിസ്ക്. സോ ഡെഫിനറ്റ്ലി 1, 2 and 4 ആർ റൈറ്റ്. 1, 2 and 4 എന്ന് പറയുന്നത് ശരിയാണ്. ദെൻ 3, തേർഡ് ഓപ്ഷൻ പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ ഡു നോട്ട് ഫെസിലിറ്റേറ്റ് ട്രേഡിംഗ് ഓൺ ഫിനാൻഷ്യൽ അസറ്റ്സ്. ദാറ്റ്സ് റോങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. ഇൻകറക്റ്റ് എന്ന് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ബാങ്ക്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഡെപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ. സെയിം ക്വസ്റ്റ്യൻ ആണുള്ളത്. വിൽ മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് എന്നാണ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഫിനാൻഷ്യൽ സർവീസസ് ഇൻ ഇന്ത്യ ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ്സസ് മാനേജ് ദെയർ ഫിനാൻഷ്യൽ റിസ്ക് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഫിനാൻഷ്യൽ റിസ്ക്കും ഇൻവെസ്റ്റ്മെൻറ്റും മാനേജ് ചെയ്യാൻ വേണ്ടി ഫിനാൻഷ്യൽ സർവീസ് സഹായിക്കുന്നുണ്ട്. ട്രൂ. റൈറ്റ്. സെക്കൻഡ് ഓപ്ഷൻ, ബാങ്ക്സ് ഇൻ ഇന്ത്യ ഡു നോട്ട് ആക്ട് ആസ് ഇൻ്റർമീഡിയറ്റ്സ് ബിറ്റ്വീൻ ഇൻവെസ്റ്റർ ആൻഡ് ബോറോവർ. ബാങ്ക്സ് എന്ന് പറയുന്നത് ഇൻവെസ്റ്ററിനും ബോറോവേഴ്സിനും ഇടയിലുള്ള ഇൻ്റർമീഡിയറ്റ് തന്നെയാണ്. സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. തേർഡ് ഓപ്ഷൻ, ഫോറിൻ എക്സ്ചേഞ്ച് സർവീസസ് ഇൻ ഇന്ത്യ ഫെസിലിറ്റേറ്റ് ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ പ്രൊമോട്ടിംഗ് കറൻസി എക്സ്ചേഞ്ച് ഫെസിലിറ്റീസ്. സോ ഇൻ്റർനാഷണൽ ട്രേഡിനെ ഫോറിൻ എക്സ്ചേഞ്ച് സർവീസ് പ്രൊമോട്ട് ചെയ്യുന്നു. ട്രൂ. ലാസ്റ്റ് വൺ, ഫിനാൻഷ്യൽ അസറ്റ്സ് സച്ച് ആസ് സ്റ്റോക്സ് ആൻഡ് ബോണ്ട്സ് ആർ ട്രേഡഡ് ഇൻ ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റിൽ ഇത്തരം ഫിനാൻഷ്യൽ അസറ്റ്സ് ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ 1 ട്രൂ ആണ്, ഓപ്ഷൻ 3 ട്രൂ ആണ്, ഓപ്ഷൻ 4 ട്രൂ ആണ്. സോ 1, 3 and 4 is the right answer. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ലെക്ചർ ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ പറ്റി ഒരു ഓവർവ്യൂ ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോണൻസിനെ പറ്റി പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ഇത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക. കണക്റ്റഡ് ആയിട്ട് ആ ഏരിയ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. വീണ്ടും അടുത്ത ലെക്ചറിൽ കാണാം. ബൈ.